തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും? മുന്നണികൾക്കിടയിൽ കക്ഷികൾ തമ്മിൽ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നത് എങ്ങനെയൊക്കെ? ഇതേക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന വാർത്തകളും വിശേഷങ്ങളുമാണ് രാഷ്ട്രീയ വൃത്തത്തിൽ. സ്വാഗതം. മാർഷലെ, പുതിയ വാർത്ത എന്തുണ്ട് രാഷ്ട്രീയ രംഗത്ത്? അതായത് യഥാർത്ഥത്തിൽ ഈ ജാഥകളെല്ലാം നടന്നതോടുകൂടി സ്ഥാനാർത്ഥികൾ ആരെ എന്ത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം നിലനിൽക്കുകയാണ്. എല്ലാവരുടെയും സ്റ്റേറ്റ് കമ്മിറ്റികളും ലിസ്റ്റുകളും ഒക്കെ തയ്യാറാകുന്നതേ ഉള്ളൂ. എങ്കിൽ തന്നെയും നമ്മൾ ഒറ്റയാൻ കൂട്ടത്തോടെ വരിക എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചില ഒറ്റയാന്മാരെല്ലാം ഇത്തവണയും മത്സരിക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും UDF-നകത്ത് മത്സരിക്കുന്ന ഒറ്റയാന്മാർ ആരൊക്കെയാണ് എന്നുള്ളൊരു ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ 2 പേരൊഴികെ ബാക്കി എല്ലാ ഒറ്റയാന്മാരും മത്സരിക്കുമെന്നുള്ളതാണ്. ആ 2 ഒറ്റയാന്മാർ പറയുമ്പോൾ CK ജാനു ആണ്. CK ജാനുവിന് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. CK ജാനു രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കത്തയച്ചായിട്ടുള്ള വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം എങ്കിലും അവർക്കൊരു സീറ്റ്, അതായത് വയനാട് ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റാണ് കൊടുക്കേണ്ടി വരിക. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് CK ജാനുവിന് ഒരു തുല്യമായ സീറ്റ് വരാത്തത്? മറ്റൊന്ന് ദേവരാജനാണ്, ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം കൊല്ലം സീറ്റാണ് ആവശ്യപ്പെടുന്നത്. അത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു പക്ഷേ ബിന്ദു കൃഷ്ണ തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത കിടക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഒറ്റയാന്മാർക്ക് സീറ്റ് ഉണ്ടാകില്ല. എന്നാൽ KK രമ വീണ്ടും മത്സരിക്കും എന്നുള്ളതാണ്. മാണി C കാപ്പൻ വീണ്ടും മത്സരിക്കും എന്നുള്ളതാണ്. PV അൻവർ അപ്പുറത്തുനിന്ന് എത്തിയ ഒറ്റയാൻ ഇപ്പുറത്തുണ്ട്. PV അൻവർ വീണ്ടും മത്സരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ ലിസ്റ്റിൽ കിടക്കുന്നത് CP ജോണാണ്. നമ്മളത് CP ജോണിൻ്റെ പേര് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. CP ജോൺ മത്സരിക്കുന്ന, ഒപ്പം അനൂപ് ജേക്കബ് പിറവത്തും മത്സരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒറ്റയാന്മാർക്കൊന്നും രണ്ടാമതൊരു സീറ്റ് വേണ്ടല്ലേ? രണ്ടാമതൊരു സീറ്റ് ലഭിക്കില്ല. അനൂപ് ജേക്കബ് ചോദിച്ചിട്ടുണ്ട്. കോതമംഗലമാണ് അനൂപ് രണ്ടാമത്തെ സീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് കിട്ടില്ല. CP ജോണും രണ്ടാമതൊരു സീറ്റ് ചോദിക്കുന്നുണ്ട്. നെന്മാറ ഉൾപ്പെടെയുള്ള സീറ്റുകൾ വേണം എന്ന് അവർ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് കിട്ടാനുള്ള സാധ്യതയില്ല. ഇനി LDF-ലും ഇതേ അവസ്ഥ തന്നെ വരുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റയാന്ന് പറഞ്ഞ് 25 വർഷമായി MLA തുടരുന്ന കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോൻ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് കോവൂർ ജയിച്ചിരുന്നത്. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഒറ്റക്കക്ഷിയാണ്, ഒറ്റയ്ക്ക് തന്നെ തുടരും. ഒപ്പം KV അബ്ദുറഹ്മാൻ, അദ്ദേഹം വീണ്ടും മന്ത്രി അബ്ദുറഹ്മാൻ വീണ്ടും മത്സരിക്കും. B അബ്ദുറഹ്മാൻ. പിന്നെ ആന്റണി രാജുവിന് ഇത്തവണ മത്സരിക്കാൻ പറ്റൂല, അതുകൊണ്ട് അദ്ദേഹം മാറുന്നു. ഏറെ രസകരമായ കാര്യം, രാമചന്ദ്രൻ കടന്നപ്പള്ളി 81 വയസ്സ് പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്. കണ്ണൂർ സിറ്റിംഗ് MLA മുൻ മന്ത്രിയൊക്കെയാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് രാമേന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യതയില്ല. ആരോഗ്യ പ്രശ്നമാണ്. എന്താണ് ആരോഗ്യ പ്രശ്നമാണ് പ്രധാനമായി കാണുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ തന്നെ അത് പറഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം ആരാണ്, അതാണ് ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച കണ്ണൂർ ജില്ലയിലെ സീറ്റാണ് കണ്ണൂർ. എന്നിട്ടും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി 2 തവണ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവിടെ ജയിച്ചു എന്നുള്ളത്, പ്രായം എന്തായാലും കടന്നപ്പള്ളി ആള് ചില്ലറക്കാരനല്ല. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ കോട്ടയം കൂടെയാണ്. എന്നിട്ട് പോലും അവിടെ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് 25-ാമത്തെ വയസ്സിൽ ലോക്സഭാ അംഗമായി. അതിനുശേഷം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വലിയ വിജയമോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, എല്ലാം പരാജയം. ഏറ്റവും അവസാനം അദ്ദേഹം ജയിച്ച് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അംഗമാകുന്നു. അതിനുശേഷം 2 തവണ ഇപ്പോൾ മന്ത്രിയാകുന്നു. അത് കണ്ണൂർ, അഭിലാഷ് പറഞ്ഞതുപോലെ 2 പ്രാവശ്യം ആ കണ്ണൂർ സീറ്റ്, UDF-ന് ഇത്രയും ശക്തിയുള്ള സീറ്റിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നു എന്ന് പറയുന്നത് വലിയൊരു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായിരുന്നു. ഈ 81 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് ഈ ചുവന്ന റോസാപ്പൂക്കളോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ കണ്ണൂർ മണ്ഡലത്തോട് അത്തരം ഒരു ഇഷ്ടമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ് പ്രധാനമായും. അപ്പുറത്ത് K സുധാകരൻ കണ്ണൂർ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. പാർട്ടി എന്നെ മത്സരിക്കാൻ അനുവദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് K സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ചെന്നിത്തലയും പറഞ്ഞു K സുധാകരൻ എവിടെ നിന്നാലും, കേരളത്തിൽ എവിടെ നിന്നാലും ജയിച്ചു കയറും. അപ്പം കണ്ണൂരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ K സുധാകരനുണ്ട്. അപ്പൊ പിന്നെ അപ്പുറത്തൊരു ആരോഗ്യ പ്രശ്നം ഒരു പ്രശ്നമാണോ? അപ്പൊ എന്തായാലും ഈ ഒറ്റയാന്മാരിൽ ഇത്ര പേർ മത്സരരംഗത്തുണ്ടാകും. ഇതിൽ 2-3 പേർക്ക് മാത്രമാണ് മത്സരരംഗത്തില്ലാത്തതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. എന്താ പ്രമേശ വാർത്ത? ഞാൻ വീണ്ടും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നലത്തെ ചർച്ചയുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോയ്ക്ക് താഴെ വന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് UDF മാത്രം ചർച്ച ചെയ്യുന്നത്? LDF-ന്റെ കാര്യം അതാണ് അവർ യാത്രയിലാണ്.
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. കാര്യം സ്ക്രീനിങ് കമ്മിറ്റി, അവരുടെ അഖിലേന്ത്യാ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ ഉണ്ടായിരുന്നു. പ്രമേശ്, അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, AICC തയ്യാറാക്കി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ ലിസ്റ്റ് ഇറങ്ങി, അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ? കിട്ടി, അത് കണ്ടു. അത് പക്ഷേ നമ്മൾ വാർത്തയെ കൊടുത്തിട്ടുണ്ട്. KPCCയും കോൺഗ്രസുമായി ബന്ധമുള്ള എല്ലാവരും അത് നിഷേധിച്ചിട്ടുണ്ട്. അത് ആരോ, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി മോഹികളൊക്കെ ആരോ തന്നെ ഒക്കെ തയ്യാറാക്കിയാണ്. പക്ഷെ അതിനകത്ത് പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള ഈ പേരുകളെല്ലാം ഉണ്ട്. വളരെ കറക്റ്റാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പേരുകളൊക്കെ അതിനകത്തുണ്ട്. സ്ഥാനാർത്ഥി മോഹികൾ അവരുടെ പേരുകൂടെ ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവാം. എന്തായാലും ഒരു ലിസ്റ്റ് പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും അവസാനം വരുന്നത് നമ്മുടെ റിപ്പോർട്ടർ അമൽ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20 എത്ര സിറ്റിംഗ് MLA 27 സിറ്റിംഗ് MLA-മാരിൽ 3 പേർ മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് തൃപ്പൂണിത്തറയിൽ K. ബാബു, പിന്നെ ഒന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവിക സീറ്റ് ഉണ്ടാവില്ല. പിന്നെ വയനാട് നമ്മുടെ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെയും മത്സരിപ്പിക്കുന്നില്ല. കാരണം അത് അവിടെ ഉണ്ടായ ഒരു വിവാദവും പിന്നെ അവരുടെ DCCയുടെ ട്രഷറർ, ജില്ലാ ട്രഷറർ എൽദോസ് കുന്നപ്പള്ളിയും സംശയമാണ് കേട്ടോ. സിറ്റിംഗ് MLA ആണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും അത്തരം ഒരു വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെയും അടുത്തിടെ അത്തരം കേസ് വളരെ സജീവ ചർച്ചയിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ എൽദോസിന്റെ കാര്യം പരിഗണിക്കുന്നു എന്ന് പറയുന്നു. ഈ 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാ സിറ്റിംഗ് MLA-മാരും ഇപ്പം നിലവിൽ അവരോട് മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മറ്റ് സിറ്റിംഗ് MLA-മാരെല്ലാം സീറ്റ് ഉറപ്പിച്ച മണ്ഡലം ആണ്. തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ ചില ആരോപണം മീൻസ് മറ്റു ചില സ്ഥാനാർത്ഥി മോഹികളൊക്കെ തന്നെ അവിടെ രംഗത്ത് വന്നിരുന്നു. അവർ അത്ര എഫക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഉമാ തോമസ് തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇന്നിപ്പോൾ KPCC പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെയോടുകൂടി ഏതാണ്ട് സംസ്ഥാന നേതൃത്വമായിട്ടുള്ള ചർച്ചകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു. മറ്റ് ചർച്ചകളൊന്നും ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ജാഥ അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പല നേതാക്കളുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ K. മുരളീധരൻ എവിടെ മത്സരിക്കും എന്ന ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ പോയി ലീഗിൻ്റെ സീറ്റ് വാങ്ങി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. K. മുരളീധരൻ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഒരു കണക്കുകൂട്ടലിൽ തിരുവനന്തപുരത്തെ സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കും. എന്തുകൊണ്ടാണ് വട്ടിയൂർക്കാവ് ഉപേക്ഷിക്കുന്നത്? വട്ടിയൂർക്കാവ് ഒരു സേഫ് സീറ്റ് അല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ കോൺഗ്രസിന് തോന്നുന്നുണ്ടാവാം. വട്ടിയൂർക്കാവ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 1ാം സ്ഥാനം ലഭിച്ച മണ്ഡലമാണ്. പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA വിജയസാധ്യതയുണ്ട് LDF-ലെ VK പ്രശാന്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സേഫ് മണ്ഡലം എന്നതിൽ കുറച്ചുകൂടി സേഫായ മണ്ഡലം ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലാണ്. അതുകൊണ്ട് K. മുരളീധരൻ ഇവിടെ ഉറപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, BJP 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുൻനിര നേതാക്കൾ മത്സരിക്കണം എന്നൊക്കെ നേരത്തെ ചില ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ മുൻനിര നേതാക്കൾ മത്സരിക്കേണ്ട എന്ന് ഒരു ചർച്ച കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് കേട്ട ഒരു ന്യായം എന്താണെന്ന് കഴിഞ്ഞ തവണ K. മുരളീധരനെ മത്സരിപ്പിച്ചതുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ തോറ്റത്. അതെ, നേമത്ത് പരാജയമുണ്ടായത് K. മുരളീധരന്റെ ശക്തമായ പ്രകടനം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് എക്രോസ് കേരള ഞങ്ങളുടെ കിട്ടാവുന്ന ഏക സീറ്റ് നഷ്ടപ്പെടുത്താൻ വന്ന K. മുരളീധരനെ നിങ്ങളവിടെ ഫീൽഡ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് വരേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കുമായിരുന്ന RSS വോട്ടുകൾ തീർത്തും അവരെ അവഗണിച്ചു എന്നൊരു, അതായത് BJP അല്ലെങ്കിൽ RSS-നെ ആ നിലയ്ക്ക് പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തോട്ട് കോൺഗ്രസിലുണ്ട്. അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇപ്പം CP അല്ലെങ്കിൽ LDF-ൻ്റെയോ CPM-ൻ്റെയോ സീറ്റ് നില ഉയർത്തി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കുകയും വേണം, ശക്തമായ മത്സരം കാഴ്ചവെക്കണം. പക്ഷെ മുൻനിര നേതാക്കളെ ഇറക്കി മത്സരിപ്പിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നേമത്തും ഒരുപക്ഷെ ഇവിടെ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഒക്കെ. അതെ, തിരുവനന്തപുരത്ത് K. മുരളീധരൻ എന്തായാലും മത്സരിക്കും. മറ്റ് ഈ 3 മണ്ഡലങ്ങളിലും ഈ പറഞ്ഞതുപോലെ മുൻനിര നേതാക്കളൊന്നും മത്സരരംഗത്ത് ഉണ്ടായി എന്ന് വരില്ല. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിവരം. എന്താണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് എന്ത് തരത്തിലുള്ള വിശേഷങ്ങളാണ് കേൾക്കുന്നത്? എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിൽ ഇപ്പം 57 മുതൽ നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം 2026 എത്തി നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് എന്തുണ്ടാവും? അപ്പം ഇന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരുടെയും ഇപ്പം മുന്നണി ഇതില്ലാതെ നമ്മൾക്ക് ഒരു പക്ഷേ കേരളത്തോട് ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുക KK ശൈലജ ടീച്ചറുടെ പേരിലാണ്. ആദ്യത്തെ പിണറായി സർക്കാരിൽ ഏറ്റവും മികച്ച പെർഫോമിംഗ് മിനിസ്റ്റർ ആയിരുന്നു. രണ്ടാം തവണ പിണറായി സർക്കാർ വന്നപ്പോൾ മുഖ്യമന്ത്രി ആയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. 2 തവണയും ക്യാപ്റ്റൻ പിണറായി എന്ന് പറഞ്ഞപ്പോഴും ഇത്തവണ ഇന്നലെ MV ഗോവിന്ദൻ മാഷിന്റെ ജാഥ തുടങ്ങി. അപ്പോൾ ചോദിച്ചപ്പോൾ പാർട്ടി ജയിച്ചതിന് ശേഷം തീരുമാനിക്കുമെന്നുള്ള പറഞ്ഞു. അങ്ങനെ ഒരു പിണറായിക്ക് ഒരു പകരക്കാരൻ അല്ലെങ്കിൽ പകരക്കാരിയായി KK ശൈലജ വരുമോ എന്നുള്ളൊരു കാര്യം ഒന്ന്. അങ്ങനെയാണെങ്കിൽ മട്ടന്നൂരിൽ തന്നെ മത്സരിക്കുമോ? കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ പേരാവൂരിലേക്ക് KK ശൈലജ മാറിയേക്കും. മാറില്ല.
സണ്ണി ജോസഫിനും മണ്ഡല പുനർനിർണയത്തിന് ശേഷം അതൊരു കോൺഗ്രസ് ഫോർട്രസ് അല്ല, കഴിഞ്ഞ അവിടെ പോയി തവണ മത്സരിച്ച് ടീച്ചറെ ബലി കൊടുക്കാൻ പാർട്ടി തയ്യാറായാലും ടീച്ചർ അതിന് സമ്മതിക്കില്ല. ടീച്ചർ അതിന് കാരണം പാർട്ടിയെ സംബന്ധിച്ച് EP മാറിയ സാഹചര്യത്തിലാണ് അവിടേക്ക് ടീച്ചർ വരുന്നത്. EP ഒന്നെങ്കിൽ EP അല്ലെങ്കിൽ VK സനോജ്. മട്ടന്നൂർ ഒരു ഉറച്ച കോട്ടയാണ്. അപ്പം ഒന്നെങ്കിൽ VK സനോജിനെ ഫീൽഡ് ചെയ്യുക, അല്ലെങ്കിൽ EP ജയരാജൻ ഇത്തവണ മത്സരിക്കുന്നുണ്ടെങ്കിൽ മട്ടന്നൂരിൽ മത്സരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പേരാവൂരിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ KK ശൈലജ എവിടെ നിന്നാലും ജയിച്ചു കയറും. അത്രയും ജനസമ്മതി ഉണ്ട് എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ പേരാവൂരിൽ കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് 5000-ൽ താഴെ വോട്ടുകൾക്കാണ് ജയിച്ചത്. അപ്പോൾ ഒരു പക്ഷേ KK ശൈലജ അവിടെ മത്സരിച്ചാൽ അതൊരു ക്ലോസ് ടൈറ്റായി വേണമെങ്കിൽ ജയിച്ച് കയറാം. അതോടൊപ്പം തന്നെ കാസർഗോഡ് ഉദുമയിലേക്കും വേണമെങ്കിൽ അവിടെയുള്ള കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് KK ശൈലജയെ എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാരണം കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ ചരിത്ര ഭൂരിപക്ഷമാണ്, ആ രീതിയിൽ ഒരു ജനസമ്മതി ഉപയോഗിക്കുമോ എന്നുള്ളൊരു ചോദ്യം മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് പോയി സണ്ണി ജോസഫിന് ടഫ് ഫൈറ്റ് കൊടുക്കുമോ? അല്ല, പക്ഷേ അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ KK ശൈലജ മുഖ്യമന്ത്രിയാകും എന്നാണോ ആരും അല്ല, ഞാനതാ ചോദിക്കാൻ പറഞ്ഞത്. ആദ്യം തുടങ്ങിയ കാര്യത്തിന് ഉത്തരവില്ല. അല്ല, തുടങ്ങിയ കാര്യത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടാകും, കാരണം ഒരു വനിതാ മുഖ്യമന്ത്രി KR ഗൗരിക്ക് കഴിഞ്ഞില്ല, സുശീല ഗോപാലിന് കഴിഞ്ഞില്ല, KK ശൈലജയ്ക്ക് കഴിയട്ടെ. അതെ, ഈ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോ കഴിഞ്ഞ തവണ ഒരു ദിവസം മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു ദിവസം ഈ ഭരണപക്ഷത്തിന്റെ വളരെ അപ്രതീക്ഷിതമായിട്ട് അവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്നും ഇപ്പോൾ സംസാരിക്കുന്നത് ലീഡ് ചെയ്യുന്നത് പാർട്ടി വിപ്പാണ്, നിയമസഭയിലെ CPM വിപ്പാണ് ടീച്ചർ. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഒരു അസാധാരണമായ സാഹചര്യം കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞിട്ട് പ്രതിപക്ഷത്തിന് മുൻപ് ഭരണപക്ഷം വന്ന് സംസാരിച്ചു. അവിടെയും KK ശൈലജ ടീച്ചറാണ് മുന്നിൽ നിന്ന് നയിച്ചതും സംസാരിച്ചതും പ്രതിരോധിച്ചതും. ഒരു കാര്യമുണ്ട്. എന്തായാലും ഈ 15ാം കേരള നിയമസഭ കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേർ, അതായത് പിണറായി വിജയനും VD സതീശനും, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. UDF ആണ് വരുന്നതെങ്കിൽ. എന്നാൽ ആരായിരിക്കും അപ്പോൾ പ്രതിപക്ഷ നേതാവ്? എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടാകില്ല. ഇനി നേരത്തെ ആര്യ പറഞ്ഞ പോലെ KK ശൈലജയോ അല്ലെങ്കിൽ പിണറായി വിജയനെ വെച്ചിട്ട് ഒരു മൂന്നാം തവണയും LDF സർക്കാർ വരികയാണെങ്കിൽ ആരായിരിക്കും UDF-ന്റെ പ്രതിപക്ഷ നേതാവ്? എന്തായാലും VD സതീശൻ വീണ്ടും പ്രതിപക്ഷ നേതാവാകും. രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു വലിയ ചേഞ്ച് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയുണ്ട്. അപ്പോൾ മുഖ്യനാര് എന്നുള്ളതാണ് ചോദ്യം. മുഖ്യനാര് എന്നുള്ള ചോദ്യത്തിനകത്ത് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യനായിട്ട്. മാർഷലെ, അപ്പോ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ ഉണ്ടാകും, അധികാരം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ ഉണ്ടാവില്ല. അധികാരം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാവും. അതായത് അവിടെയാണ് വേണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ടീച്ചർക്കൊക്കെ സാധ്യത കാണുന്നത്. അതായത് അല്ല പ്രൊഫസർ, അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ നിരയെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരുന്ന സമയത്തും സഭയിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അത്തരം ചുമതലകളൊന്നുമില്ലാതെ മാറി അടുത്തൊരു നിരയാണ് LDF കൊണ്ട് അല്ലെങ്കിൽ CPM കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമായും വേണമല്ലോ. 2 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ 3ാം തവണ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഇപ്പോ CPM-ൽ നിന്ന് ഇപ്പൊ ഒരു വനിതാ മുഖ്യമന്ത്രി ആരാകണം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും KK ശൈലജ ടീച്ചറുടെ വനിതാ മുഖ്യമന്ത്രി എന്നല്ല, മുഖ്യമന്ത്രിയാകാൻ ചോദ്യം മാറ്റാം. ഇപ്പോ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. അല്ല, കോൺഗ്രസിന് ഇതേ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. അല്ല, കോൺഗ്രസിൽ വനിത എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയെ നമ്മളിപ്പോ വേണ്ട. പക്ഷേ CPM എത്ര ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് അതിന്റെ ഒരു കൃത്യമായ ഒരു മെസ്സേജ് കിട്ടും. അധികാരം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക, ആരായിരിക്കും നയിക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. പക്ഷേ CPM-ന് അങ്ങനെ ഒരു പരീക്ഷണം നടത്താവുന്നതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്ന രീതിയിൽ ഒരു പരീക്ഷണം നടത്താവുന്നതായിരുന്നു. KR ഗൗരിയമ്മയെ അങ്ങനെ മുൻനിർത്തി മത്സരിക്കുകയും അത് അവസാനം ഭരണം കിട്ടിയപ്പോ EK നായനാർ തന്നെ കൈപൊക്കി മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തവണ പക്ഷേ നോക്കൂ, ഇത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ മുന്നിൽ നിർത്തി നടത്തുന്ന പോരാട്ടമാണല്ലോ. MV ഗോവിന്ദൻ മാസ്റ്റർ ആവട്ടെ, MA ബേബി ആവട്ടെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ നയിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ തെരഞ്ഞെടുപ്പിനെ നയിക്കുക പിണറായി വിജയന്റെ മുഖം വെച്ച്, പിണറായി വിജയന്റെ പടം വെച്ച്, പിണറായി വിജയനെ വെച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയനാണ് ക്യാപ്റ്റൻ. അഭിലാഷ്, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ തന്നെ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും ഉണ്ടാകാം. അപ്പോൾ അവർ വേറൊരാളിനെ മുന്നിൽ നിർത്തിയാൽ ആ ഒരു എതിർപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ? അല്ല, അതിപ്പോ പല സംസ്ഥാനങ്ങളിലും BJP പയറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലൈനാണിത്. പക്ഷെ നോക്കൂ, അത് വളരെ ശക്തമായ കേന്ദ്ര നേതൃത്വമുള്ള ദുർബലമായ സംസ്ഥാന മുഖങ്ങളുള്ള പാർട്ടികൾ, മീൻസ് സിസ്റ്റമാണ്.
ഇവിടെ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പിണറായി വിജയന് മുകളിൽ വെക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയൻ മാറട്ടെ എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ത്യയിലില്ല. ബാക്കി എല്ലാ ഘടകങ്ങളും ദുർബലമാണ്. കേരളം മാത്രമാണ് ഒരേ ഒരു ഘടകം. അതിൽ തന്നെ പിണറായി വിജയന്റെ കമാൻഡിംഗ് പവറിന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന, അതല്ലെങ്കിൽ പിണറായി വിജയൻ മാറട്ടെ നമുക്ക് വേറൊരു പരീക്ഷണം നടത്താമെന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവോ അതല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കളോ കേരള ലീഡർഷിപ്പിലോ സെൻട്രൽ ലീഡർഷിപ്പിലോ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു തോട്ടിന് സാധ്യതയില്ല. പാർട്ടി കളക്റ്റീവായിട്ടുള്ള പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് പരമാവധി വിജയം അല്ലെങ്കിൽ പരമാവധി സീറ്റ് നേടാൻ കഴിയുന്നത് പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെയാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. ആണെങ്കിലും അല്ലെങ്കിലും പിണറായി വിജയനെ മുന്നിൽ നിർത്തിയേ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ ഞങ്ങൾ മുന്നിൽ നിർത്തുന്നില്ല, മറ്റൊരാൾ നിർത്തുമ്പോൾ അത് അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു മുന്നണി തന്നെ ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതാ മുഖ്യമന്ത്രിയായിട്ട് മറ്റൊരാളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വരുന്നില്ല. അതിലെന്തായാലും ഒരിക്കലും തയ്യാറായില്ല. മാർഷൽ, അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ മാത്രമല്ല, ഒരു പുതിയ ഒരു ഫേസ്, ഒരു പുതിയ പ്രതിച്ഛായ, പുതിയ മാറ്റം, അല്ലെങ്കിൽ പലതരത്തിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയനിൽ ആരായാലും മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളിനോടുള്ള എതിർപ്പ്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മുഖം കൊടുക്കുന്നതിന് നല്ലതായിരുന്നു. അത്തരം പരീക്ഷണം ഒരുപക്ഷെ പ്രത്യേകിച്ചും അത് അപ്പുറത്ത് നിൽക്കുന്നത് ആരിപ്പം ശൈലജ ടീച്ചർ ആണെങ്കിൽ ശൈലജ ടീച്ചറിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ആ രീതിയിലുള്ള മതിപ്പുമുണ്ട്. അതെ, അത്തരം പരീക്ഷണങ്ങൾ LDF നടത്തിയിരുന്നു. അതാണ് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും പ്രതീക്ഷിക്കാതെ 8 മന്ത്രിമാരാണ് മാറിയത്. 8 മന്ത്രിമാരെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ വെച്ചു. പക്ഷെ ആ പരീക്ഷണം വിജയിച്ചില്ല എന്നുള്ളതാണ്, പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരീക്ഷണത്തിന് തയ്യാറാകില്ല. VD സതീശന്റെ പേര് പരാമർശിച്ചു. VD സതീശൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു നിലപാട് അദ്ദേഹം എടുത്ത് പ്രഖ്യാപിച്ചു. അത് നേരത്തെ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന്. അഭിലാഷ്, എന്താ പറയാനുള്ളത്? ഒന്ന്, എനിക്ക് രാഷ്ട്രീയ വൃത്തങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ്റെ ആ പരാമർശത്തിൽ മുസ്ലിം ലീഗ് അസംതൃപ്തരാണ്. അവർ അതിനോട് നല്ല നിലയ്ക്കല്ല കാണുന്നത് എന്നുള്ളതാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയോട് പൊതുസമൂഹത്തിനോടുള്ള എതിർപ്പിനെ പോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ മുഖ്യധാര വിഭാഗങ്ങൾക്കിടയിൽ സംഘടനാപരമായും ആശയപരമായുമുള്ള എതിർപ്പുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDF സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് സുന്നികളാണ്. വിശേഷിച്ച് EK വിഭാഗം സുന്നികളാണ്. നോക്കൂ, ആ വിഭാഗം സുന്നികളിൽ നിന്നാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ഉമർ ഫൈസി മുക്കത്തെ മുത്തവലി പ്രതിനിധിയായി വഖഫ് ബോർഡിലേക്ക് എടുത്തത്. ഇന്നലെ നമ്മൾ പറഞ്ഞു അടുത്ത ദിവസം അദ്ദേഹം എന്ത് പറയുന്നുള്ളത്. അപ്പോൾ ഇന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ നിരീശ്വരവാദത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും എനിക്ക് എതിർപ്പില്ല എന്ന് ഇന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ മുഖ്യധാര സുന്നികളെ CPM ചെയ്യുന്ന ഒരു വേളയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ടോട്ടൽ വെൽക്കം എന്നുള്ളത് അത് വേണ്ടിയിരുന്നില്ല എന്ന വികാരം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും സമുദായ നേതൃത്വത്തിലും പ്രബലമാണ്. എന്തായാലും ഇപ്പോൾ ആ ഒരു പുതിയ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അവരുടെ വോട്ട് എന്തായാലും UDF തന്നെ വരും. അപ്പോൾ ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് സഖ്യം എന്നൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു. അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതല്ലേ, ഞങ്ങൾ അവരുമായിട്ട് രാഷ്ട്രീയ മുന്നണി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇത് പക്ഷേ വളരെ ഓപ്പണായിട്ട് VD സതീശൻ ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും അവർ വോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പമെന്നും ചോദിക്കുക വഴി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിക്ക്. അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ഭയം നേരത്തെ പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രസിദ്ധീകരിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി തന്നെ വിതരണം ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. എന്റെ ചോദ്യം അതാണ്. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല. അത് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ആ ശബ്ദങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചവരാണ് എന്നുള്ള 916 സർട്ടിഫിക്കറ്റ് എന്തിനാ കൊടുക്കുന്നത്? ഇപ്പോൾ 60 പുസ്തകം വർഷത്തിൽ വായിക്കുന്ന VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി തന്നെ പുറത്തിറക്കിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കൂട്ടിൽ മുഹമ്മദ് അലിയാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ ജനാധിപത്യം, ദേശീയത, ജനാധിപത്യം, മതേതരത്വം ഇത് മൂന്നും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് എന്നാണ് അവരുടെ സംഘടനാ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇപ്പോഴും പിന്നെ വിപണിയിലുള്ള പുസ്തകമാണ്, അല്ലെങ്കിൽ IPHന്റെ സ്റ്റാളുകളിലുള്ള പുസ്തകമാണ്. എന്നിട്ട് അതിലെ ജനാധിപത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ജനാധിപത്യത്തിന് ഞങ്ങൾ പൂർണ്ണമായും എതിരല്ല. അതായത് 10 പേരുള്ള ഒരു ബോഡിയിൽ അതിൽ 6 പേര് ഭൂരിപക്ഷം പേര് ചേർന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ബോഡി നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നിയമം ഉണ്ടാക്കേണ്ടത് ദൈവമാണ്. അതായത് നോക്കൂ, നമ്മൾ നിയമസഭയെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ, പാർലമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? ലെജിസ്ലേഷനാണ്, ലെജിസ്ലേച്ചറാണ്. നിയമനിർമ്മാണ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്കില്ല, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബോഡികൾക്കില്ല. ഇതാണ് ഞങ്ങളുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പമെന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമുണ്ട്. ഇത് മാത്രമല്ല, അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുതൽ അബു അല മൗദൂദിയുടെ തന്നെ പുസ്തകങ്ങളെല്ലാം മലയാള ഭാഷയിൽ അച്ചടിച്ച് IPH തന്നെ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ 60 പുസ്തകം വായിക്കുന്നതിന് കൂടുതൽ ഒറ്റ പുസ്തകം കൂടെ കൂടുതൽ വായിച്ചിരുന്നെങ്കിൽ ഈ എംബാരസ്മെന്റ് ഒഴിവാക്കായിരുന്നു. ഓക്കെ, വോട്ട് എല്ലാവരും ചെയ്തോട്ടെ, ഞങ്ങൾ
രാഷ്ട്രീയത്തിൽ വോട്ടിന് വേണ്ടി നിൽക്കുന്ന ഒരു മുന്നണിയാണ്, വോട്ട് ചെയ്തോട്ടെ എന്ന് പറയാം. അതിനപ്പുറത്ത് ഇവർക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള നിലപാടെടുക്കണമെന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇതിപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സംവിധാനങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പല തന്ത്രശാലികളായ നേതാക്കളും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇതിൽ നിന്നും നൈസായിട്ട് വഴുതി മാറാനുള്ള വൈദഗ്ധ്യം കാണിക്കുന്നവരാണ്. അല്ല, ഇന്ന് PMA സലാം പറഞ്ഞതിനകത്തും വളരെ വലിയൊരു ഒരു ബുദ്ധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് പിന്തുണ സ്വീകരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട്. ഇതൊക്കെ പറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ VD സതീശന്റെ ഒരു ബൗദ്ധിക ഗരിമയിൽ അങ്ങനെയും പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് കുഴപ്പമെന്ന് സ്ഥാപിച്ച് അവർ വോട്ട് ചെയ്യട്ടെ എന്ന് പ്രഖ്യാപിക്കണമെന്നുള്ളതായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് വളരെ വൃത്തിക്ക് KM ഷാജി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. KM ഷാജിയുടെ പ്രസംഗങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അവരുടെയൊക്കെ ശബ്ദവും അങ്ങനെ അതൊക്കെ മാറി. അവരുടെ ആ എതിർപ്പൊക്കെ വളരെ നേർത്ത് വളരെ ഫീബിളായി മാറിയിട്ടുണ്ടെന്നാണ്. അല്ല, KM ഷാജിയും MK മുനീറും ഒക്കെ അത് ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്തിട്ട നിലപാടാണ്. അതൊക്കെ മാറി എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുഡ് ബുക്കിലാണ് രണ്ടുപേരും. ജമാഅത്തെ ഇസ്ലാമി മാറിയോ? ഇല്ല. അല്ല, ഇതിപ്പോ വേണമെങ്കിൽ VD സതീശന് പറയാൻ കഴിയുന്നത് 2019 ഭരണഘടന മാറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹിയിൽ എന്നുള്ളതിൽ നിന്ന് പിന്നെ ഇഖാമത്തുദ്ദീനിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അടിസ്ഥാന ദർശനം മാറിയിട്ടില്ല, മാറിയതായി അവർ പ്രഖ്യാപിച്ചിട്ടില്ല. P. മുജീബ് റഹ്മാൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ പിന്നോട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ടാണ് എന്നാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി. അങ്ങനെ പിന്മാറ്റത്തിൻ്റെയോ പിന്നോട്ട് പോക്കുന്നതിൻ്റെയോ ഒന്നും പ്രശ്നമില്ല. ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് മുഖ്യധാര സുന്നികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന ആശങ്ക എന്തായാലും മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം തൃപ്പൂണിത്തുറയിൽ ആര് മത്സരിക്കും എന്നുള്ളതാണ്. തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുക. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ അത് പരസ്യമായി പറയുകയും ചെയ്യുമായിരിക്കും. അവിടെ രമേശ് പിഷാരടി മത്സരിക്കാൻ ഉണ്ടാകും എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു. രമേശ് പിഷാരടിയെ ഒരുപക്ഷെ എറണാകുളത്തും പരിഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പാലക്കാടത്തേക്ക് അദ്ദേഹത്തെ മാറ്റാനാണോ സാധ്യത? പാലക്കാട്, പക്ഷേ രമേശ് പിഷാരടിക്ക് എറണാകുളം വിട്ട് പാലക്കാടേക്ക് പോകാൻ വ്യക്തിപരമായിട്ടുള്ള ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ രമേശ് പിഷാരടി അങ്ങനെയാണെങ്കിൽ പാലക്കാടിൽ അല്ല എങ്കിൽ മത്സരിക്കാനും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. തൃപ്പൂണിത്തുറയിൽ രാജു P. നായർ അടക്കമുള്ള കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ സജീവ പരിഗണനയിലുണ്ട്. ഒരുപക്ഷെ ഒരു പാർട്ടിക്കാരൻ തന്നെ മത്സരിച്ചേക്കാം. മാത്രമല്ല BJP ഇത്തവണ പിടിച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ. BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മികച്ച മത്സരത്തിലേക്ക് പോകുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും. KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണയും ഒരു നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ BJP ഇവിടെ നല്ലൊരു മുതിർന്ന നേതാവ് ശിവശങ്കർ തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരുപക്ഷെ BJP ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ ഇപ്പോൾ ചില മണ്ഡലങ്ങൾ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലെയുള്ള മണ്ഡലങ്ങൾ, അതുപോലെ അതിൽപ്പെട്ട എറണാകുളത്തെ ഒരു മണ്ഡലമാണ്. എറണാകുളത്ത് അവർ പ്രധാനപ്പെട്ട നോക്കുന്ന ഒരു മണ്ഡലമാണ്. രാജപട്ടികയിൽ M. ലിജുവിന്റെ പേര് വരുന്നുണ്ട്. അതെ, M. ലിജുവിന്റെ പേരുണ്ട്. അപ്പൊ അത് ചില സാമുദായിക പരിഗണനകൾ വെച്ചാണ് M. ലിജുവിന്റെ ഒക്കെ പേര് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ രാജു P. നായർക്ക് ആ മണ്ഡലം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല, രാജു P. നായരെ കുറിച്ച് സിറ്റിംഗ് MLA ആയ K. ബാബുവിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് മാത്രമല്ല, കോൺഗ്രസിനെ അവിടെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം VD സതീശന്റെ സ്വന്തം ആളായ ഷിയാസിന് അവിടുത്തെ DCC പ്രസിഡന്റ് ഒരു സീറ്റ് എറണാകുളത്ത് വേണം. കളമശ്ശേരി കൊടുക്കില്ല. കളമശ്ശേരി മുസ്ലിം ലീഗ് കൊടുക്കില്ല. കൊച്ചി കൊടുക്കണം. അല്ല, കൊച്ചിയിൽ ഇപ്പൊ ലാറ്റിൻ സമുദായത്തിന് കൂടുതൽ ഒരു മേധാവിത്വം അല്ലെങ്കിൽ സ്വാധീനമുള്ള മണ്ഡലത്തിൽ എങ്ങനെ ഷിയാസിന് മത്സരിപ്പിക്കാൻ കഴിയും? അത് മറ്റൊരു പ്രശ്നമാണ്. കൊച്ചി പണ്ട് പഴയ മട്ടാഞ്ചേരിയാണ്. പക്ഷേ അവിടെ മത്സരിച്ചിട്ടുണ്ട്, ലീഗ് ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ KJ മാക്സി അവിടെ വലിയ തോതിൽ ഒരു സ്വാധീനം എന്ന് മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലത്തീൻ ബെൽറ്റിൽ സ്ഥാനാർത്ഥി മോഹികൾ ധാരാളം ഉള്ള ഒരു സീറ്റാണ് കൊച്ചി. കാരണം അവിടെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത സീറ്റിലാണല്ലോ കൂടുതൽ ആളുകൾക്ക് വരിക. അതിൽ തന്നെ ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഷിയാസിനെ അവിടെ ഇട്ടാൽ സ്വാഭാവികമായി കോൺഗ്രസിൽ നടക്കുന്ന കുതികാൽ വെട്ടുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നൊരു ആശങ്ക ഇല്ലാതില്ല. അങ്ങനെയാവുമ്പോഴും ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ട്. അല്ല, അഭിലാഷ് പറഞ്ഞതുപോലെ ലത്തീൻ സമുദായത്തിൽ നിന്ന് മത്സരിക്കാൻ വലിയ ഒരു നീണ്ട നിര തന്നെ അവിടെ എറണാകുളം. അങ്ങനെ വലിയ ഒരു നിര തന്നെയുണ്ട്. ഏതായാലും വീണ്ടും നാളെ കാണാം രാഷ്ട്രീയ വൃത്തത്തിൽ. നാളെ കാണുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ MK മുനീർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കാണാം നാളെ.